ഇറ്റലിയിലെ തീർത്ഥാടനം തുടരുകയാണ്. ഇന്നത്തെ ദിവസത്തിന് രണ്ട് പ്രത്യേകതകളാണുള്ളത്. ഒന്ന് വിശുദ്ധ അന്തോണിയുടെ പാതുവായിലെ മനോഹരമായിട്ടുള്ള ബസിലിക്കായിൽ പോവുക, പ്രാർത്ഥിക്കുക, അവിടുത്തെ ആശ്രമ ദേവാലയത്തിലൂടെ ഒന്ന് നടക്കുക. മറ്റൊന്ന് പിസ ഗോപുരത്തിൽ പോവുക. 1195 പോർച്ചുഗലിലെ ലിസ്ബോവായിൽ ജനിച്ച ഫെർണാണ്ടോ മാർട്ടിൻസ് പിന്നീട് ആൻ്റണി ഓഫ് പാതുവായിട്ട് മാറുകയായിരുന്നു. ഒരു അഗസ്റ്റീനിയൻ സന്യാസിയായിട്ട് തുടങ്ങിയ ജീവിതം പിന്നീട് ഫ്രാൻസിസ്കൻ സഭയിൽ എത്തി നിൽക്കുകയുമായിരുന്നു. അദ്ദേഹത്തെ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായിട്ട് സഭ നിയോഗിക്കുവാനായിട്ട് പറയുന്ന ഒരു ചരിത്ര കാരണം, അദ്ദേഹം നോവിസ് സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ പുസ്തകം കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടി മോഷ്ടിച്ചുവെന്നും അതാരാണെന്ന് അറിയില്ലായിരുന്നു അന്തോണീസ് ഈശോയോട് പ്രാർത്ഥിച്ചപ്പോൾ ആ മോഷ്ടിച്ച കുട്ടി അന്ന് വൈകുന്നേരം തന്നെ അത് തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കുകയും അദ്ദേഹത്തിനോട് മാപ്പ് പറയുകയും ചെയ്തു എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹം ഇത്തരത്തിലുള്ള മേഖലകളിൽ ഒത്തിരി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും പിന്നീട് നഷ്ടപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹത്തിനോട് പ്രാർത്ഥിച്ചതിലും കൂടെ ജനങ്ങൾക്ക് ലഭിച്ചു എന്ന ചരിത്രം ഇന്ന് വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് വിശുദ്ധ അന്തോണീസ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കത്തോലിക്ക വിശുദ്ധനായിട്ട് അറിയപ്പെടുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ ആശ്രമ ദേവാലയമാണ്, ആശ്രമ അങ്കണം കൂടിയാണ്. ഇവിടെ പണ്ട് അന്തോണീസിൻ്റെ കാൽപാദങ്ങൾ പതിഞ്ഞ മണ്ണാണ് എന്നാണ് അവിടെയുള്ളവരുടെ വിശ്വാസം. നമ്മളും ഈ വിശ്വാസത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ ഇതിലെ കടന്നു പോവുകയാണ്. ഇനി അടുത്ത ലക്ഷ്യം ലോകത്തിലെ ചരിഞ്ഞ ഗോപുരം എന്നറിയപ്പെടുന്ന പിസ ടവറിലേക്ക് പോവുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞങ്ങൾ ഇറ്റലിയിലെ ഫേമസ് ആയിട്ടുള്ള ഡോട്ടോ ട്രെയിനുകളാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇത് ഒരു ട്രെയിൻ മോഡലിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വാഹനമാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്ററോളം ഇതിൻ്റെ ഉള്ളിൽ സഞ്ചരിച്ചാലാണ് നമുക്ക് പിസ ടവറിൻ്റെ അടുക്കലേക്ക് എത്തുവാനായിട്ട് സാധിക്കുക. പിസ ടവറിൻ്റെ അടുക്കൽ എത്തിയപ്പോൾ ഞങ്ങളുടെ ലഞ്ചൊക്കെ കഴിച്ചുകൊണ്ട് പിന്നെ പിസയിലേക്ക് പോവുകയായിരുന്നു. പലർക്കും പിസ ഗോപുരത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണകൾ കുറവാണ്. അത് അത്തരത്തിലുള്ള ഒരു ചരിത്ര ഗോപുരമാക്കി നിർമ്മിച്ചതാണ് എന്നുള്ളതാണ് പലരുടെയും വിശ്വാസം. എന്നാൽ അത് ഒരു തെറ്റായ ചിന്താഗതിയാണ്. പിസ ഗോപുരം 1173 200 വർഷം പണിയെടുത്ത് നിർമ്മിച്ച 56 മീറ്റർ അല്ലെങ്കിൽ 183 ഫീറ്റ് അത്രമാത്രം ഉയരമുള്ള ഒരു ഗോപുരമാണ്. ഇത് അവിടുത്തെ കത്തീഡ്രലിൻ്റെ ഒരു ബെൽ ടവറായിട്ടാണ് നിർമ്മിച്ചത്. എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട്, കൂടുതലായിട്ട് അവിടുത്തെ ആ എൻജിനീയറിംഗ് ഡിഫക്റ്റിൻ്റെ കാരണം കൊണ്ടും അവിടുത്തെ ആ മണ്ണിൻ്റെ നേച്ചർ അറിയുവാനായിട്ട് എൻജിനീയേഴ്സ് ഒരുപക്ഷെ പരാജയപ്പെട്ടതുകൊണ്ടും അതിന് ചരിവ് വന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വിശ്വാസം. അത് ആ ചരിവ് നേരെയാക്കുവാൻ വേണ്ടി ഒത്തിരി പരിശ്രമങ്ങൾ ചെയ്തുവെങ്കിൽ തന്നെയും ആ ചരിഞ്ഞുകൊണ്ടിരുന്ന ഗോപുരം പിന്നീട് ആ ചരിഞ്ഞ രീതിയിൽ തന്നെ അവിടെ സ്ഥിതിയായിട്ട് നിൽക്കുകയും ഇനിയും 200 വർഷത്തോളം അങ്ങനെ തന്നെ ഒരു പ്രശ്നവുമില്ലാതെ നിൽക്കുവാനായിട്ട് പറ്റുമെന്നുള്ള ഒരു ചിന്താഗതിയും പഠനവുമൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി മുന്നോട്ട് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ആ ഒരു പള്ളി, അത് അവിടുത്തെ കത്തീഡ്രൽ പള്ളിയാണ്. പിസ എന്ന് പറയുന്നത് സ്ഥലമാണ്. പിസയിലുള്ള ആ ഒരു ചരിഞ്ഞ ഗോപുരം ആയതുകൊണ്ടാണ് അതിന് പിസയുടെ ഗോപുരം, ചരിഞ്ഞ ഗോപുരം എന്നറിയപ്പെടുന്നത്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു ചരിത്രങ്ങളും കാര്യങ്ങളിലൂടെയൊക്കെ കടന്നുപോയി പള്ളികളിലൊക്കെ കയറി പ്രാർത്ഥിച്ച് പിന്നീട് വൈകുന്നേരം ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട, മനസ്സിൽ ഞാൻ ഒത്തിരി കൊണ്ടു നടന്ന, ഒത്തിരി കാണുവാനായിട്ട് ആഗ്രഹിച്ച സ്ഥലത്തേക്കുള്ള യാത്രയിലാണ്. ഓരോ ഫ്രാൻസിസ്കൻ സന്യാസിമാരും എപ്പോഴും ആഗ്രഹിക്കുന്നത് അവൻ്റെ അപ്പൻ്റെ ജന്മനാട്ടിലേക്ക് തിരിച്ചു പോവുക, ഒരു നോക്ക് കാണുക, അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. അവൻ്റെ അപ്പനായിട്ടുള്ള വിശുദ്ധ ഫ്രാൻസിസ് അസീസി കടന്നുപോയ മണ്ണിലൂടെ, ജനിച്ച, ജീവിച്ച, മരിച്ച മണ്ണിലൂടെയൊക്കെ ഒരു തീർത്ഥാടനം ചെയ്യുക എന്നുള്ളതാണ്. ഒരു കപ്പുച്ചിൻ സന്യാസി എന്ന രീതിയിൽ എൻ്റെയും ഒരു
ആജീവനാന്ത ആഗ്രഹം ഇന്ന് സഫലമാകുവാനായിട്ട് പോവുകയാണ്. ഇന്നത്തെ യാത്ര ഞങ്ങൾ അസീസിയിലാണ് ഇന്ന് ഞങ്ങൾ തങ്ങുക. നാളെ ഞങ്ങൾ അസീസി പള്ളിയും ഫ്രാൻസിസ് അസീസി ജനിച്ച് ജീവിച്ച മരിച്ച മണ്ണൊക്കെ കാണുവാനും അവിടെ കുർബാന അർപ്പിക്കുവാനും ഒക്കെയാണ് പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് തീർച്ചയായിട്ടുമുണ്ട്. ഈ പ്രാർത്ഥനയിൽ എല്ലാവരെയും ഞാൻ ഓർക്കുന്നുമുണ്ട്. ഈ തീർത്ഥാടനത്തിൽ പലർക്കും വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, വരാൻ സാധിച്ചില്ല. അതുവരെ എൻ്റെ പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നതാണ്. എൻ്റെ ഓരോ യാത്രയിലും എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും എൻ്റെ കുർബാനകളിൽ അൾത്താരയിൽ ഒരു ചെറിയ പേപ്പറിൽ എഴുതി വെച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത്. നിങ്ങളെല്ലാവരെയും ഞാൻ ഈ പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട്. മലമുകളിലൂടെ മലഞ്ചരിവുകളിലൂടെയൊക്കെയുള്ള യാത്ര അതിമനോഹരമാണ്. ഇവിടുത്തെ യാത്രകൾ ഞാനിവിടെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഇറ്റലിയിലെ റവന്യൂവിൻ്റെ ഒട്ടുമുക്കാൽ ഭാഗവും കടന്നു വരുന്നത് കൃഷിയിടങ്ങളിൽ നിന്നാണ്. ഏകദേശം നോർത്ത് ഇന്ത്യയിലൂടെ കൃഷി പ്രദേശങ്ങളിലൂടെ നടക്കുന്ന, അല്ലെങ്കിൽ ഹിമാചലിൻ്റെ താഴ്വാരത്തിലൂടെയൊക്കെ വണ്ടി ഓടിക്കുന്ന അതേ ഫീൽ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഏറ്റവും ഭംഗിയായിട്ടുള്ള രീതിയിൽ കൾട്ടിവേഷൻ ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ് ഇറ്റലി. ഇറ്റലിയുടെ രാജവീഥികളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ഹെക്ടർ കണക്കിന് ഇങ്ങനെ കണ്ണെത്താ ദൂരത്തേക്ക് പടർന്നു കിടക്കുന്ന പാടങ്ങൾ, അതിൽ നെല്ലും ഗോതമ്പും ബജ്രിയും അങ്ങനെ പലതും ഉണ്ട്. കൃഷിയിൽ കൃഷിക്കാർ തിരക്കോടുകൂടി ജോലി ചെയ്തിരിക്കുന്നതൊക്കെ നമുക്ക് കാണാം. പിന്നീട് നമ്മൾ ഈ കൊങ്കൺ റെയിൽവേ കൂടിയൊക്കെ പോകുമ്പോഴുള്ള കൊങ്കൺ ടണലുകളിനെ ഓർമ്മപ്പെടുത്തുന്നൊരു സമാനമായിട്ടുള്ള രീതിയിലുള്ള ഒത്തിരി ടണലുകൾ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ചില ടണലുകൾക്ക് 4, 5, 10, 17 കിലോമീറ്ററോളം ദൂരങ്ങളൊക്കെയുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള യാത്ര. ജീവിതത്തിൻ്റെ ഈ യാത്രയിൽ എപ്പോഴും മരിക്കുന്നിടത്തോളം എൻ്റെ മനസ്സിൻ്റെ ഓർമ്മകളിൽ തിളങ്ങി നിൽക്കുന്ന ഒരോർമ്മയായിട്ട് ഈ എൻ്റെ തീർത്ഥാടനം മാറിക്കൊണ്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. ജീവിതത്തിൽ എപ്പോഴുമെങ്കിലുമൊക്കെ ദൈവം അനുവദിക്കുകയാണെങ്കിൽ നിങ്ങളും യാത്രകൾക്ക് തയ്യാറെടുക്കുക. ഓരോ യാത്രയും നമുക്ക് പുതിയ ഉണർവ് നൽകുന്നുണ്ട്. ഓരോ യാത്രയും നമുക്ക് പുതിയ അറിവുകളും നൽകുന്നുണ്ട്. ഓരോ യാത്രയും നമുക്ക് പുതിയ അനുഭവങ്ങളുമൊക്കെ നൽകുന്നുണ്ട്. ജീവിതം തന്നെ ഒരു യാത്രയാണ്. ഈ യാത്രയിലെ കൊച്ചു കൊച്ചു യാത്രകൾ കൂട്ടിവെക്കുമ്പോഴാണ് ജീവിതം മനോഹരമായിട്ട് മാറുന്നത്. നമുക്ക് നമ്മുടെ ടെൻഷൻസൊക്കെ ഒന്ന് മാറ്റിവെക്കാം. നമ്മുടെ ചിന്തകളെയൊക്കെ ഒന്ന് വേണ്ട എന്ന് വെക്കാം. അങ്ങനെ ഈ മഴ പെയ്യുന്ന ഇറ്റലിയിലൂടെ മനോഹരമായിട്ട് യാത്ര ചെയ്യുമ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് കുഞ്ഞ് കുടയുമെടുത്തുകൊണ്ട് മഴയിലൂടെ കടന്നുപോയ ഒത്തിരി സ്വപ്നങ്ങളിലൂടെ യാത്ര ചെയ്തതൊക്കെ മനസ്സിൽ വരുന്നു. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ജീവിതത്തിൽ ഇത്തരത്തിലുള്ള വഴിത്തിരിവുകളൊക്കെ ഉണ്ടാകുമെന്ന്. ജീവിതം നമുക്ക് മാറ്റിവെച്ചിരിക്കുന്നത് പലതൊക്കെയാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെയാണ് ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത്. പ്രതീക്ഷിക്കാത്ത നാടുകൾ, പ്രതീക്ഷിക്കാത്ത സംസ്കാരങ്ങൾ, പ്രതീക്ഷിക്കാത്ത ജീവിത രീതികളൊക്കെ നമ്മെ തേടിയെത്തുന്നു. ഒരുപക്ഷെ നമ്മൾ അവയുടെ പുറകെ പോകേണ്ട ആവശ്യമില്ല. ക്രിസ്തു എപ്പോഴും അങ്ങനെയാണ്. നമുക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ വെച്ചിരിക്കുന്നതൊക്കെ സമയമാകുമ്പോൾ വെളിപ്പെടുത്തി നൽകിയിരിക്കും. കുട്ടിക്കാലത്തൊക്കെ കൂട്ടുകാരൊക്കെ തീർത്ഥാടനത്തിന് പോകുമ്പോൾ ആഗ്രഹിച്ചിരുന്നു. തീർത്ഥാടനത്തിന് പോകുവാനായിട്ട് ഒത്തിരി കാത്തിരുന്നു. എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ പോകുന്നിടമൊക്കെ ദൈവം എനിക്ക് ദൈവത്തിൻ്റേതായിട്ടുള്ള ഓരോ കാര്യങ്ങളും എന്നിലൂടെ ദൈവം വെളിപ്പെടുത്തി നൽകുന്നു, അല്ലെങ്കിൽ എനിക്കായിട്ട് ദൈവം ഒരുക്കി വെക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഓരോ സന്തോഷങ്ങളിലൂടെയും കൊച്ചു കൊച്ചു ദുഃഖങ്ങളിലൂടെയും കൊച്ചു കൊച്ചു അനുഭവങ്ങളിലൂടെയും സങ്കടങ്ങളിലൂടെയും സന്തോഷങ്ങളിലൂടെയും തള്ളിപ്പറലുകളിലൂടെയും ഒറ്റപ്പെടലുകളിലൂടെയുമുള്ള ഒരു യാത്ര തന്നെയാണല്ലോ നമ്മുടെ ജീവിതവും. ഇതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് സന്തോഷിക്കുവാൻ ഇതാ ദൈവമൊരുക്കുന്ന മനോഹരമായിട്ടുള്ള യാത്രകൾ നമുക്ക് തുടരാം.